തൃശൂരിൽ അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ്സിൽ അടിയിൽപ്പെട്ട് മരിച്ചു. എൽത്തുരത്ത് സ്വദേശി ആബേലാണ് മരിച്ചത്. സ്ഥലത്ത് കോൺഗ്രസ് BJP പ്രതിഷേധം ശക്തമാണ്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, ഇതേ സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. അതിൽ പ്രതിഷേധവും വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും അധികാരികൾ കണ്ണടച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ അതുപോലുള്ള മറ്റൊരു ദുരന്തവും. നിലവിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. നിലവിൽ കോൺഗ്രസ് BJP പ്രതിഷേധം അവിടെ ശക്തമാണ്. വിശദാംശങ്ങൾ. അർജുന, സംഭവം രാവിലെ 9:15 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വീണ്ടും തൃശ്ശൂരിൽ കഴിഞ്ഞ ആഴ്ചയാണ് MG റോഡിൽ ഇതേപോലൊരു അപകടമുണ്ടായത്. സമാനമായ രീതിയിൽ തന്നെ ഇന്ന് രാവിലെ വീണ്ടും റോഡിലെ കുഴി വെട്ടിച്ച് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബസ്സിനടിയിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കുഴിയിൽ പെടാതിരിക്കാനായി വെട്ടിച്ചതാണ്. എൽത്തുരത്ത് സ്വദേശി ആബേലാണ് മരിച്ചത്. സംഭവത്തിൽ ഇപ്പോൾ സംഭവ സ്ഥലത്ത് റോഡിൽ തന്നെ പ്രതിഷേധവുമായി കോൺഗ്രസും BJPയും ഇപ്പോൾ വന്നിട്ടുണ്ട്. തൃശ്ശൂർ അയ്യന്തോളിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ ബസ്സിനെ കുന്നംകുളത്ത് വച്ചാണ് രാവിലെ 9:15 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ആബേൽ ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. കുഴിയിൽ പെടാതിരിക്കാൻ സൈഡ് വെട്ടിക്കുന്നതിനിടയിലാണ് ഈ ബസ്സിനടിയിലേക്ക് പെട്ടത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് കേരള വിഷൻ നമ്മൾ പോലും വാർത്ത നൽകിയൊരു സംഭവമാണ്, അപകടമാണ്. MG റോഡിലും സമാനമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് തന്നെയാണ് വീണ്ടും ഇതൊരു അനാസ്ഥ എന്ന രീതിയിൽ അധികാരികൾ കണ്ണടച്ചതിനെ തുടർന്ന് വീണ്ടും ഒരു ജീവൻ കൂടി റോഡിൽ പൊലിഞ്ഞു എന്ന് വേണം പറയാൻ. എന്തായാലും ഇപ്പോൾ പ്രതിഷേധക്കാർ ശക്തമായി തന്നെ BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്, സംഭവ സ്ഥലത്ത് നടക്കുന്നുണ്ട്. അവർ ആവശ്യപ്പെടുന്നത് തൃശ്ശൂർ മേയർ അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ ശക്തമായി മുന്നോട്ട് വന്ന അന്വേഷണം നടപ്പാക്കണം എന്ന് തന്നെയാണ്. മേയർ ഇടപെട്ട റോഡിലെ കുഴികൾ അടിയന്തരമായും അടയ്ക്കണം എന്നാണ് പറയുന്നത്. മരിച്ച ആബേലിന് ധനസഹായം നൽകണമെന്നും പറയുന്നുണ്ട്. കളക്ടർ സംഭവ സ്ഥലത്തേക്ക് എത്താൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ കുന്നംകുളത്ത് എത്തിയിരിക്കുന്നത്. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും പ്രതിഷേധക്കാർ ഉറച്ചു തന്നെ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ സംഭവ സ്ഥലത്ത് മേയർ ഇടപെടണം, കളക്ടർ എത്തണം. അതോടൊപ്പം തന്നെ മരിച്ച ആബേലിന് ഒരു ധനസഹായം എന്തായാലും നൽകണം. അതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ്, ഈ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വാർത്തയിൽ ഇടപെടുകയും അല്ലെങ്കിൽ ഈ അപകടത്തെ തുടർന്ന് ഇടപെടുകയും കൃത്യമായി തന്നെ അദ്ദേഹം വിജിലൻസ് വിഭാഗത്തോട് അടിയന്തരമായി ഈ ഒരു അപകടത്തെ തുടർന്ന് ഒരു വിശദീകരണ റിപ്പോർട്ട് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപകടം അടുപ്പിച്ച് നടക്കുന്ന സാഹചര്യങ്ങളിൽ എന്തുകൊണ്ട് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്നൊരാവശ്യത്തേക്ക് ഉന്നയിച്ച ഒരു റിപ്പോർട്ട് വിശദമായി ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് തേടിയിട്ടുണ്ട്. അർജുന, മരിച്ച ആബേലിന്റെ കുടുംബത്തിനാണ് നിലവിൽ രേണുക, ഇവിടെ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായാലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും ഇവിടെ മറ്റൊന്നും മറിച്ചൊന്നും സംഭവിക്കില്ല എന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയല്ലേ ഇത്? തീർച്ചയായും അർജുന, വീണ്ടും നമ്മുടെ മുമ്പിൽ ഓരോ ജീവൻ പോകുമ്പോഴും പ്രതിഷേധങ്ങളെല്ലാം ശക്തമായി ഉയരുന്നുണ്ടെങ്കിലും കൃത്യമായ രീതിയിൽ ഒരു നടപടിയിലേക്ക് ഇതുവരെയ്ക്കും ആരും കടന്നിട്ടില്ല. റിപ്പോർട്ട് തേടുകയും മറ്റു നടപടികളിലേക്കൊക്കെ കടക്കുന്നുണ്ട്. എന്നാലും ഈ റിപ്പോർട്ട് വൈകി വരുന്ന ഒരു കാലയളവിനുള്ളിൽ അടുത്തൊരു ജീവൻ പൊലിയുന്ന ഒരവസ്ഥയാണ് വീണ്ടും ഉണ്ടാകുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഒരാഴ്ചയ്ക്ക് മുൻപാണ് MG റോഡിലും സമാനമായ രീതിയിലൊരു അപകട മരണം ഉണ്ടായത്. വീണ്ടും തൃശ്ശൂരിൽ ഈ കുഴികളെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിനെതിരെ വീണ്ടും ഒരു ആക്ഷേപം ഉയരുകയാണ്. റോഡിൽ തന്നെ പല ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. എൽത്തുരത്ത് സ്വദേശി ആബേലാണ് മരിച്ചത്. സ്ഥലത്ത് കോൺഗ്രസ് BJP പ്രതിഷേധം ശക്തമാണ്.